ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ക്രിസ്തുമസും പുതുവർഷവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ. അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികളോടുള്ള ശക്തമായ താക്കീത് ഖുർആനിലുണ്ട്. കാരണം അള്ളാഹുവിനൊരു സന്താനമുണ്ട്, അത് ഈസാ അലൈഹിസ്സലാം അവർ പറയുന്ന യേശു ക്രിസ്തു ആണല്ലോ. അള്ളാഹു പറഞ്ഞു, വകാലുത്തഹദ റഹ്മാനു വലദ. ക്രിസ്ത്യാനികൾ പറയുന്നു, പരമകാരുണികനായുള്ളവന് പരമകാരുണികനായുള്ളവന് അഥവാ അള്ളാഹുവിന് അള്ളാഹു സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ. ഇത് പറയുന്ന ക്രിസ്ത്യാനികളെ, തീർച്ചയായും നിങ്ങൾ ഘോരമായ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ. അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും മലകൾ പൊട്ടിത്തകർന്നു വീഴുകയും ചെയ്യാറാകുന്നു. അന്ത ഔലി റഹ്മാനി വലദ. അതേ, പരമകാരുണികനായുള്ളവന് സന്താനമുണ്ടെന്നവർ വാദിച്ചതിനാൽ. അതുകൊണ്ടിത് അത്രയും ഗൗരവമായ ഒരു വാദമത്രേ. വമായംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണികനായുള്ളവന് യുക്തമായിരിക്കില്ല. ഇത് സൂറത്ത് മറിയമിലെ 88 വചനം മുതൽ 92 വചനം വരെയാണ്. അപ്പോൾ ശക്തമായ താക്കീതിൻ്റെ വചനങ്ങളാണ് ക്രൈസ്തവരോട് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവരോട് അതിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് ഒരു മുസ്ലിം എങ്ങനെ ആശംസ നേരാൻ പറ്റൂലല്ലോ. കാരണം അള്ളാഹുവിന് സന്താനമില്ല എന്നല്ലേ അള്ളാഹു ഇപ്പോൾ വ്യക്തമാക്കിയത്. അങ്ങനെ പറയുന്നവർക്കുള്ള ശക്തമായ താക്കീതല്ലേ അള്ളാഹു ഈ വചനങ്ങളിലൂടെ വ്യക്തമാക്കിയത്. അപ്പോൾ അള്ളാഹുവിന് ഇല്ലാത്തൊരു സന്താനത്തിന് ആശംസ നേരുകയോ ഒരു മുസ്ലിം പങ്കെടുക്കുകയോ അതൊരിക്കലും പാടില്ലല്ലോ. ഇത് കളവല്ലേ, കളവിനോട് സഹകരിക്കലല്ലേ. അസത്യത്തിന് സാക്ഷികളാകാൻ പാടില്ല എന്നും അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വല്ലദീന ലാ യഷ്ഹദൂന സൂറ. അള്ളാഹുവിൻ്റെ അടിമകൾ അസത്യത്തിന് സാക്ഷികളാവുകയും ചെയ്യാത്തവരായിരിക്കും. ഇത് സൂറത്ത് ഫുർഖാൻ 25 അധ്യായം 72 വചനാണ്. ഈ ആയത്തിൽ അസത്യമെന്നാൽ ബഹുദൈവാരാധകരുടെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഉൾപ്പെടുമെന്ന് നിരവധി സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. സലഫുകളാരാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ സഹാബാക്കളാണ്. അവരിൽ നിന്ന് നേരിട്ട് പഠിച്ച താബീങ്ങളുമാണ്. ഖുർആൻ ഇറങ്ങിയതിന് സാക്ഷികളായത് സഹാബാക്കളാണ് റളിയല്ലാഹു അൻഹും. അവരാണ് നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനിൻ്റെ അർത്ഥം പഠിച്ചതും മനസ്സിലാക്കിയതും. അറബിയിലും ഏറ്റവും അധികം വിജ്ഞാനം അവർക്കാണുള്ളത്. അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച സഹാബാക്കൾ, പിന്നെ അവരിൽ നിന്ന് നേരിട്ട് പഠിച്ച താബീങ്ങൾ. കാരണം ഈ ആഘോഷങ്ങൾ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകൾ സത്യവിശ്വാസികൾക്ക് സാക്ഷികളാകുവാൻ പാടില്ല. ഇത് തഫ്സീർ ബഗവിയിൽ കാണാം. തഫ്സീർ ബഗവി മുസ്ലിം ലോകം തർക്കമില്ലാതെ അംഗീകരിക്കുന്നൊരു തഫ്സീറാണ്. അതിൽ മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, താബി പണ്ഡിതനാണ്, സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരിട്ട് പഠിച്ച താബിയാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ബൗദ്ധേവാരാധകരുടെ പെരുന്നാളുകൾ എന്നാണ് ഇതിനർത്ഥം, അതിന് സാക്ഷിയാകരുത്. ഇനി തഫ്സീർ ഇബ്നു കസീർ മറ്റൊരു തഫ്സീറാണ്, മുസ്ലിം ലോകത്തിന് അംഗീകരിക്കുന്ന തർക്കമില്ലാത്ത തഫ്സീർ. അതിൽ അബുൽ അലിയ താഊസ്, മുഹമ്മദ് ഇബ്നു സിരീൻ, അദ്ദഹാഖ്, റബീ ബിൻ അനസ് തുടങ്ങിയവർ
അപ്പോൾ എത്ര പേരാണ് പറയുന്നത്, താബീങ്ങൾ, ഇവരൊക്കെ താബി പണ്ഡിതന്മാരാണ്. അവ ബഹുദൈവ പെരുന്നാളാണ് എന്നതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു. സത്യത്തിന് സാക്ഷികളാകരുത്, അസത്യത്തിന് സാക്ഷികളാകരുത്. അതേപോലെ മറ്റൊരു അംഗീകരിക്കപ്പെട്ട തഫ്സീറാണ് ഖുർത്തുബി റഹിമഹുള്ളയുടെ തഫ്സീർ. ഇതിൽ മഹാനായ സഹാബി പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച ഖുർആൻ നേരിട്ട് പഠിച്ച അതിന് സാക്ഷി വഹീനെ സാക്ഷിയായ സഹാബി പറയുന്നു, ഇത് ബഹുദൈവാരാധകരുടെ പെരുന്നാളുകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഒരു മുസ്ലിമിന്, ഒരു സത്യവിശ്വാസിക്ക് അസത്യത്തിന് സാക്ഷികളാകാൻ പാടില്ല. അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് പറയുന്നത് കളവാണ്, അസത്യമാണ്. അതുകൊണ്ട് അതിന് ആശംസ നേരാൻ പാടില്ല, അതിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അതിനോട് ആ അസത്യത്തിന് നമ്മൾ സാക്ഷികളാകുന്നത് പോലെയാണ്. അതിനോട് സഹകരിക്കുന്നത് അസത്യത്തിനോട് സഹകരിക്കുന്നത് പോലെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ മഹാനായ സഹാബി പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയപ്പെടുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ജനതയെ അനുകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ്. ഇത് സുനൻ അബൂദാവൂദിലെ ഹദീസാണ്. ഇത് അൽബാനി റഹിമഹുല്ലാഹ് സഹീഹ് എന്ന് പറഞ്ഞ ഹദീസാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ല, ഈ ഹദീസ് സഹീഹാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലഫുൽ മുശ്രിക്കീൻ. ഇത് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. സത്യനിഷേധികളിൽ നിന്ന് വ്യത്യസ്തരാവുക. അതേപോലെ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവിശ്വാസ സമൂഹങ്ങളുടെ ചര്യകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരും. വിശ്വലദാസൻ പ്രവചിക്കുക. എന്നാ പ്രവചനം ശരിയായില്ലേ? അല്ലേ? വലിയൊരു സമൂഹം ഈ ആഘോഷങ്ങൾക്കൊക്കെ ആശംസ നേരിടുകയാണ്, അതിൽ പങ്കെടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പള്ളിയുടെ ദ്വാരത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ പിന്തുടരും, മുസ്ലിങ്ങളും അവരെ പിന്തുടരും. അപ്പോൾ സഹാബികൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ അവരാരാണ്? ജൂത ക്രിസ്ത്യാനികളെയാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ആര്? അവരല്ലാതെ ആര്? അപ്പോൾ അവരെ പിന്തുടരുന്നൊരു സമൂഹം, മുസ്ലിം സമൂഹം, അവരുടെ ചര്യകൾ പിന്തുടരുന്നൊരു സമൂഹം വരും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ്. അതേപോലെ പുതുവർഷവും കാന അഹ്ലുൽ ജാഹിലിയ്യ യൗമാനി ഫീ കുല്ലി സനത്തിൻ യൽഅബൂന ഫീഹാ ഫലമ്മാ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഖാല കാന ലക്കും യൗമാനി തൽഅബൂന ഫീഹിമ വഖദ് അബ്ദലക്കുമുല്ലാഹ് ബിഹിമ ഖൈറൻ മിൻഹുമ യൗമൽ ഫിത്ർ വ യൗമൽ അദ്ഹാ. ഇത് ഇമാം അഹമ്മദ്, നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസാണ്. ഇതിലെന്താ പറയുന്നത്? ആശയം എന്താ? മദീനയിലെ ജാഹിലിയത്തിലെ ആളുകൾക്ക് വർഷത്തിൽ, അതായത് ഓരോ വർഷവും പ്രത്യേകമായ 2 ദിവസങ്ങളുണ്ടായിരുന്നു. അവരതിനെ ആഘോഷിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ മദീനയിലെ സഹാബികൾ റളിയല്ലാഹു അൻഹു, അൻസാറുകൾ ആ നിശ്ചിത ദിവസം ആഘോഷിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് 2 നല്ല ദിനങ്ങൾ പകരം വെച്ചിരിക്കുന്നു. ഈദുൽ ഫിത്റും, ചെറിയ പെരുന്നാളും, ഈദുൽ അദ്ഹായും, ബലി പെരുന്നാളും. 2 പെരുന്നാൾ അല്ലാത്ത ഈ ആഘോഷം പാടില്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശിർക്കൊന്നും ചെയ്തിട്ടില്ല, ആരാധനാകർമ്മങ്ങളൊന്നുമില്ല. അപ്പം ആരാധനാകർമ്മവും ശിർക്കില്ലാത്ത ആഘോഷവും അത് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളാകുമ്പോൾ അത് പാടില്ല എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഇത് അൽബാനി സഹിയാക്കിയ ഹദീസാണ്. ഇത് അഹ്മദിലും അന്നസായിലുമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്നുള്ളൊരു ജയ്യിദ് ഇസ്നാദിലൂടെ ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, അറബികളല്ലാത്തവരുടെ നാട്ടിൽ താമസിക്കുകയും അവരുടെ പുതുവർഷവും ഉത്സവവും ആഘോഷിക്കുകയും ആ അവസ്ഥയിൽ മരിക്കുന്നവരെ അവരെ അനുകരിക്കുകയും ചെയ്യുന്നവൻ
ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും. ഇത് അഹ്കാം അഹ്ലൽ ദിമ്മിൽ 1-ാം വോള്യൂം 723, 724 പേജിൽ കാണാം. അപ്പോൾ എന്താണ് അവരുടെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പറയുന്നത്? അവരുടെ മുസ്ലിങ്ങളുടെ പുതുവർഷം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്താൽ, മദീനയിലെ ജാഹിലിയത്തിലെ ആളുകൾക്ക് വർഷത്തിൽ പ്രത്യേകമായി 2 ദിവസങ്ങളുണ്ടായിരുന്നു, അവരതിനെ ആഘോഷിക്കുമായിരുന്നു എന്ന റിപ്പോർട്ട് നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ നബി എന്താ പറഞ്ഞാൽ? പാടില്ല, ഇത് നമുക്ക് 2 ആഘോഷങ്ങളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുതുവർഷം ആശംസിക്കുന്നതും ആഘോഷിക്കുന്നതും അനുവദനീയമല്ല. അങ്ങനെ ചെയ്യുന്നവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി കാണണം. ഇനി 2 പെരുന്നാളുകൾക്ക് പുറമെ ജുമുഅ വെള്ളിയാഴ്ചയും ഒരു പെരുന്നാൾ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദാ യൗം ജഅലഹുല്ലാഹു ഈദൻ. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഈദായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണിത്, അതായത് വെള്ളിയാഴ്ച ദിവസം. ഇത് അൽബാനി റഹിമഹുല്ലാഹ് സഹീഹ് എന്ന് പറഞ്ഞ ഹദീസാണ്. അപ്പോൾ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ, പിന്നെ ജുമ, അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു 3 ദിനങ്ങൾ മാത്രമേ നമുക്ക് മുസ്ലിങ്ങൾക്ക് ഈദ് ദിനങ്ങളായിട്ട് ഉള്ളൂ. അതെല്ലാ വെള്ളിയാഴ്ചകൾ ആഴ്ചതോറും വാർഷികത്തിൽ 2 പെരുന്നാളുകളും, അൽ ഫിത്തറും അൽ അദ്ഹായും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഇനി അമുസ്ലിങ്ങളുടെ ആഘോഷ ദിവസങ്ങൾക്ക് പുറത്ത് അവർ നമുക്കൊരു സമ്മാനം തന്നാൽ നമ്മളത് സ്വീകരിക്കും. കാരണം ആഘോഷവുമായി ബന്ധപ്പെട്ടതല്ല. ഭക്ഷണം തന്നാൽ നമ്മളത് കഴിക്കും, ഒരു പ്രശ്നവുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം അത് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടതല്ല. അവരുടെ ആഘോഷങ്ങളിൽ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമുസ്ലിങ്ങളോട് മോശമായതും ദുഷിച്ചതുമായ പെരുമാറ്റം ആവാമെന്നല്ല. ബാറക്കല്ലാഹു ഫീക്കും. അവരോട് കരുണ കാണിക്കണം, നല്ല രീതിയിൽ വർത്തിക്കണം, ഇടപാടുകളിലാവുകയും ചെയ്യാം. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. ഒരു മുസ്ലിമിനെ സഹായിക്കുന്നതിനും ഒരു അമുസ്ലിമിനെ സഹായിക്കുന്നതിനും രോഗം വന്നാൽ പരിചരിക്കുന്നതിനും കച്ചവട ഇടപാടുകൾ നടത്തുന്നതിനും കരുണയും ദയയും കാണിക്കുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല. ഇതൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയില്ല, അന്നേ ദിവസം നമ്മൾ സമ്മാനങ്ങൾ വാങ്ങുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരോട് മോശമായി പെരുമാറുക എന്നല്ല. അവരെ മനുഷ്യരായി കണ്ട് അവരോട് പെരുമാറണം, കരുണ കാണിക്കണം, ദയ കാണിക്കണം, കച്ചവട ഇടപാടുകൾ നടത്താം, രോഗം വന്നാൽ സന്ദർശിക്കാം, സഹായിക്കാം. ഇതൊന്നും ഇസ്ലാമിന് എതിരല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ത്യയിൽ ഏതൊരു മതം ആചരിക്കാനും പ്രബോധനം ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അമുസ്ലിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ മാത്രം അവർ തരുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആശംസ നേരാൻ പാടില്ല എന്നത് നമ്മുടെ വിശ്വാസമാണ്, അത് ഇസ്ലാമിക നിയമമാണ് എന്ന് പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തത്തിനെതിരല്ല, മതസ്പർദ്ധയുണ്ടാക്കുന്ന കാര്യമല്ല, തീവ്രവാദമല്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അത് പ്രബോധനം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അത് ആചരിക്കാനും നമുക്ക് ഇന്ത്യ രാജ്യത്ത് പറ്റും. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.